ഡിയർ ഫ്രണ്ട്സ്, ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മഗ്നീഷ്യം, സൾഫർ എന്നീ മാക്രോന്യൂട്രിയൻസിൻ്റെ അഭാവം നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിനെ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സാധിച്ചുവെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് ലഭിച്ച നല്ല പ്രതികരണങ്ങളാണ് ഈ വീഡിയോ ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രചോദനമായത് എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാ ആഴ്ചയും NPK കൊടുത്തിട്ടും ഓർക്കിഡ് വേണ്ട രീതിയിൽ ബുഷിയാവുകയോ പുഷ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പലരും പരാതിപ്പെടാറുണ്ട്. ഇവിടെയാണ് ഓർക്കിഡ്സ് ബുഷിയാവാനും നല്ല രീതിയിൽ ഫ്ലവറിംഗ് നടത്താനും സഹായിക്കുന്ന മറ്റ് മാക്രോന്യൂട്രിയൻസിൻ്റെ പ്രാധാന്യം. നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണ്? കുട്ടികൾക്ക് 3 നേരവും ചോറ് മാത്രം കൊടുത്താൽ അവർ ആരോഗ്യത്തോടെ വളരുമോ? അവർ ഹെൽത്തിയായി വളരുവാൻ പാൽ, മുട്ട, മത്സ്യം, മാംസം ഇവയെല്ലാം കൊടുക്കാറില്ലേ? ഈ ഭക്ഷണങ്ങളിലൂടെ അവർക്കാവശ്യമായ മാക്രോന്യൂട്രിയൻസ്, വിറ്റാമിൻസ്, മിനറൽസ്, ഫാറ്റി ആസിഡ്സ് എന്നിങ്ങനെ പലതും നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓർക്കിഡ് കുട്ടീസും. അവർക്ക് NPK, മഗ്നീഷ്യം, സൾഫർ, കാൽസ്യം തുടങ്ങിയ മാക്രോന്യൂട്രിയൻസ് ധാരാളം ആവശ്യമാണ്. കൂടാതെ അയൺ, സിങ്ക്, കോപ്പർ, വിറ്റാമിൻസ് തുടങ്ങിയ മൈക്രോന്യൂട്രിയൻസും ആവശ്യമാണ്. ചെടികൾ അവയുടെ പൊഴിയാറായ ഇലകളിലുള്ള ന്യൂട്രിയൻസ് പുതിയ ഇലകളിലേക്ക് റീമൊബിലൈസ് ചെയ്യാറുണ്ട്. പക്ഷേ കാൽസ്യത്തിൻ്റെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ല. ചെടികൾക്ക് ധാരാളമായി ആവശ്യമുള്ള കാൽസ്യം കോശഭിത്തി രൂപീകരണത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മൂലകമാണ്. ഇലകളുടെയും വേരുപടലത്തിൻ്റെയും വളർച്ചയ്ക്ക് കാൽസ്യം പ്രധാന പങ്കുവഹിക്കുന്നു. ഓർക്കിഡ് ചെടികൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലുള്ള മാറ്റം മൂലം ധാരാളം സ്ട്രെസ് അനുഭവിക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനും വിവിധങ്ങളായ കീടരോഗ ബാധകൾക്കെതിരെയുള്ള പ്രതിരോധ സംവിധാനത്തിനെ ഉത്തേജിപ്പിക്കുന്നതിനും കൂടുതൽ അളവിൽ കാൽസ്യം ആവശ്യമാണ്. കാൽസ്യത്തിൻ്റെ അഭാവമുള്ള ചെടികളുടെ പുതിയ ഇലകൾ ചുരുണ്ട് ഇറഗുലർ ഷേപ്പിലും കറുപ്പ് നിറത്തിലുമൊക്കെ കാണപ്പെടാറുണ്ട്. വേരുകളുടെ അഗ്രഭാഗം നശിക്കുകയും ന്യൂട്രിയൻസ് ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞ് വളർച്ച മുരടിക്കുകയും ചെയ്യുന്നു. കാൽസ്യം സപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഓർക്കിഡിന് പലരും മുട്ടത്തോട് പൊടിച്ചിടാറുണ്ട്. പക്ഷേ മുട്ടത്തോട് ഡീകമ്പോസ് ചെയ്ത് ആഗിരണം ചെയ്യാൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുക്കും. അതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വരുന്നു. ഓർക്കിഡുകളുടെ കാൽസ്യം ഡെഫിഷ്യൻസി അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള ഒരു ഉത്തമ ഫെർട്ടിലൈസറാണ് കാൽസ്യം നൈട്രേറ്റ്. അതുപോലെ നൈട്രജൻ സപ്ലിമെൻ്റ് ചെയ്യുന്ന ഈ ഫെർട്ടിലൈസർ നല്ലൊരു ഗ്രോത്ത് ബൂസ്റ്ററാണ്. ഗ്രാനുലർ രൂപത്തിലുള്ള ഈ ഫെർട്ടിലൈസർ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളിലും വേരുകളിലും തളിച്ചു കൊടുക്കുക. ചെടികൾ കരുത്തോടെ വളരുന്നതിനും ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതിനും ഈ ഫെർട്ടിലൈസർ മാസത്തിലൊരിക്കലും ഉപയോഗിക്കുന്നത് നല്ലതാണ്. മേൽപ്പറഞ്ഞ ന്യൂട്രിയൻസ് കൃത്യമായ ഇടവേളകളിൽ നൽകുകയാണെങ്കിൽ തീർച്ചയായും ബുഷിയായ പൂക്കൾ നിറഞ്ഞ ഓർക്കിഡ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. എ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ജോയ് ഫോർ എവർ എന്നാണല്ലോ പറയുന്നത്. നമ്മുടെ ഗാർഡനെ ഏറ്റവും സുന്ദരമാക്കി നമ്മുടെ ജീവിതത്തെയും സുന്ദരവും മനോഹരവുമാക്കുവാൻ നമുക്ക് കഴിയട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട പ്രതികരണങ്ങൾ ഇപ്രാവശ്യവും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ.